ഇമോജി ദിനം 2014 മുതൽ എല്ലാ വർഷവും ജൂലൈ 17 ലോകമെമ്പാടും ഇമോജി ദിനം ആഘോഷമാക്കുന്നു. ഇന്ന് നമ്മുടെ മനസ്സിലെ ആശയങ്ങളും വികാരങ്ങളും വാക്കുകളിലൂടെയോ അക്ഷരങ്ങളിലൂടെയോ പ്രകടമാക്കുന്നതിനും എത്രയോ ഹൃദയസ്പർശിയായി ഇമോജിയിലൂടെ പ്രകടമാക്കാൻ കഴിയുന്നു. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് പോലും അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാവപ്രകടനങ്ങളിലൂടെ സംവദിക്കാൻ കഴിയുന്നു എന്നതിലാണ് ഈ കുഞ്ഞൻ ഇമോജിയുടെ പ്രാധാന്യം. നമുക്ക് സന്തോഷം പങ്കിടണമോ? പുഞ്ചിരിക്കുന്ന മുഖവുമായി ദാ വന്നു കഴിഞ്ഞു. ഇനി സന്തോഷം അധികമായാലോ? സന്തോഷാശ്രു പൊഴിച്ച് അടുത്തയാളെത്തി. ഇനി സങ്കടപ്പെടാൻ ദാ ആളിവിടെയുണ്ട്. സമാശ്വസിപ്പിക്കാനും അഭിനന്ദിക്കാനുമൊക്കെ എന്തെളുപ്പമാണ്. എന്തൊരാലോചനയാണ്! ഇനി ഉറക്കമാണോ, ദേഷ്യമാണോ, ആശ്ചര്യമാണോ, എല്ലാം ഇവിടെയുണ്ട്. ടെക്സ്റ്റ് അധിഷ്ഠിത ആശയവിനിമയം കൂടുതൽ ആകർഷകമാക്കാനും ഇമോജികൾക്ക് കഴിയും. ഇനി രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഊന്നിപ്പറയാനും ആവേശത്തിൻ്റെയോ പ്രതീക്ഷയുടെയോ ഒരു സന്ദേശം കൈമാറാനും ഇമോജിയുണ്ട്. ഇമോജിക്ക് ഒരു ചരിത്രമുണ്ട്. ജപ്പാൻ ഭാഷയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഇമോജി. ജാപ്പനീസ് ഭാഷയിലെ ഇ എന്ന വാക്കിന് ചിത്രം എന്നാണ് അർത്ഥം. മോജി എന്നതിന് അക്ഷരം എന്നുമാണ് അർത്ഥം. അങ്ങനെ ചിത്രാക്ഷരമായി. 1990കളിലാണ് ജപ്പാനിൽ ആദ്യമായി ഇമോജികൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. NTT ഡോകോമോ എന്ന മൊബൈൽ ഫോൺ കമ്പനിക്കായി ഷീജി ടാക്ക കുരീറ്റ എന്നയാളാണ് ഇത് ഡിസൈൻ ചെയ്തത്. 2008 യൂണിക്കോഡ് കൺസോർഷ്യം 722 ഇമോജികൾ കമ്പ്യൂട്ടർ അക്ഷരങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തി. അതോടെ സോഷ്യൽ മീഡിയയിലും ഇമെയിൽ SMS തുടങ്ങിയവയിലും പ്രചാരം നേടി. ഇന്ന് 3000-ലധികം ഇമോജികളുണ്ട്. ആദ്യമായി കലണ്ടറിന്റെ ഇമോജി തയ്യാറാക്കിയപ്പോൾ മാസം തീയതി എന്ന നിലയിൽ ചേർത്തത് ജൂലൈ 17 എന്നായിരുന്നു. ഇതായിരുന്നു ആപ്പിൾ, ഗൂഗിൾ എന്നിവ കലണ്ടറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത്. ഒത്തിരി എഴുതി തല പുണ്ണാക്കണ്ട. ആശയങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ ഇന്ന് ഇമോജിയിലൂടെ ആകട്ടെ. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.